എല്ലാവർക്കും കുഞ്ചമ്മ കേസിലേക്ക് സ്വാഗതം. ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മഴയാണ്, മഴ നനഞ്ഞുകൊണ്ടാണ് ഞാനിങ്ങനെ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കുറേ ദിവസമായി നമ്മളിങ്ങനെയൊക്കെ ഒരു വീഡിയോ ചെയ്തിട്ടല്ലേ, നമ്മൾ ഓടിക്കൊണ്ടൊരു വീഡിയോ ചെയ്യും അങ്ങ് പോകും. അപ്പോൾ ഇന്ന് വിശദമായിട്ടൊരു വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ കുറേ സാധനങ്ങളല്ല, നമ്മൾ എല്ലാ സാധനങ്ങളും ഇങ്ങനെ ഓഫർ റേറ്റിൽ കൊടുത്തിട്ട് സ്റ്റോക്ക് ക്ലിയറൻസ് നടത്തിയാണ്. നമുക്ക് പുതിയ പുതിയ പല ഐഡിയാസും മനസ്സിലുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എൻ്റെ മുട്ടയിടാത്ത കോഴികൾ വിളിക്കുന്നതാണ് നിങ്ങൾ ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കുന്നത്. മുട്ട മാത്രം അവരിടൂല, അവർ മുട്ടയിട്ട് തുടങ്ങി, പക്ഷേ അവർക്കിപ്പം മുട്ടയിടാൻ മടിയാണ്. മഴയായപ്പോഴത്തേക്ക് കള്ളികൾ മടി പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ സാധനങ്ങളെല്ലാം ഓഫർ റേറ്റിൽ കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ പേര് എനിക്ക് മനസ്സമാധാനം തരുന്നില്ല കേട്ടോ. കാരണം ഈ സാറ്റിൻ പോയൊക്കെ കുറേ പേര് വാങ്ങി പൈസ അടച്ച് മാറ്റി വെച്ചേക്കാണ്. അപ്പോൾ ബാക്കി വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എല്ലാം കൂടെ ഒരുമിച്ച് അയച്ചാൽ മതിയെന്ന് കുറേ പേര് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വീഡിയോ പതുക്കെ ഇടാമെന്നൊക്കെ വിചാരിച്ചതാണ്. അപ്പോൾ ഇതുപോലെ മാറ്റി മാറ്റി വെക്കുമ്പോഴത്തേക്ക് അത് എനിക്കും ഒരു കാലിത്തട്ടാണ്. അപ്പോൾ ഞാൻ വിചാരിച്ച എല്ലാ സാധനങ്ങളും ഓരോ ദിവസം 1-2 വീഡിയോസ് ആയിട്ടിട്ട് അങ്ങ് ക്ലിയറൻസ് നടത്താമെന്ന് വിചാരിച്ച്. അപ്പോൾ മെയിനായിട്ട് വിഷയം നിങ്ങൾ തമ്പനയിൽ കണ്ടുകാണ്, എനിക്ക് ജപ്തി നോട്ടീസ് വന്ന് കിടക്കുകയാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എനിക്ക് ജപ്തി നോട്ടീസ് വരാൻ വേണ്ടി എന്താണ് ഇത്രയും വലിയ കടവെന്ന്. എനിക്ക് ജപ്തി നോട്ടീസ് വന്നത് ബാങ്കിൽ നിന്നല്ല, ചച്ചുവിൻ്റെ റൂമിലാണ് ഞാൻ ഈ സാധനങ്ങളെല്ലാം കൂടെ കൊണ്ട് അട്ടിയിട്ട് വെച്ചേക്കുന്നത് കേട്ടോ. അപ്പം അതിങ്ങനെ പല പല സെക്ഷനായിട്ട് പല പല സ്ഥലത്തേക്ക് കിടക്കുകയാണ്. അപ്പോൾ അവന് വേണ്ടിയിട്ടൊരു റൂം ഉണ്ടാക്കിയിട്ട് അവൻ്റെ ബുക്ക് വയ്ക്കാനോ അവൻ്റെ ഡ്രസ്സ് വയ്ക്കാനോ അവനിരുന്ന് പഠിക്കാനോ ഒന്നിനും പറ്റാത്തൊരവസ്ഥയിലാണ്. എല്ലാം നമ്മളെ ഈ സാധനങ്ങളെല്ലാം കൂടെ കൊണ്ട് വാരി നിറച്ച് വെച്ചേക്കാണ് കേട്ടോ. അപ്പോൾ അവൻ പറഞ്ഞിട്ടുണ്ട് വെക്കണോണ്ട് കുഴപ്പമില്ല, അടുക്കിപ്പറക്കി വെക്കണമെന്ന്. ഞാൻ അടുക്കിപ്പറക്കി വെക്കും, പാക്കിംഗ് ടൈമിൽ ഞാൻ വീണ്ടും വലിച്ചു വാരിയിടും. അപ്പോൾ അങ്ങനെയൊക്കെ ആയപ്പോഴത്തേക്ക് അവൻ എനിക്ക് ജപ്തി നോട്ടീസ് തന്നിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് തന്നിരിക്കുന്ന സമയമെന്ന് പറഞ്ഞാൽ ഈ ഒരാഴ്ചയാണ്. അടുത്ത തിങ്കളാഴ്ചയ്ക്ക് മുമ്പ് ആ സാധനങ്ങളെല്ലാം റൂമിൽ നിന്ന് മാറ്റി കൊടുക്കണം കേട്ടോ. അവനെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അവൻ്റെ ബുക്ക് വയ്ക്കാൻ പോലും അതിനകത്ത് കയറാൻ വയ്യാതെ എല്ലാം കൂടെ കൊണ്ട് മറിച്ചിട്ടേക്കാണ്. അടുക്കിപ്പറക്കിയൊക്കെയാണ് വെക്കുന്നത്, പക്ഷേ നമ്മൾ ഓരോന്നെടുത്ത് പാക്ക് ചെയ്യുമ്പോൾ ഓരോന്ന് കാണാതാകുമ്പോൾ എല്ലാം കൂടെ വലിച്ചു വാരി തട്ടും. അപ്പോൾ അവനെ ഞാൻ കുറ്റം പറയുന്നില്ല. അവൻ എനിക്കൊരു നോട്ടീസ് തന്നിട്ടുണ്ട്. തിങ്കളാഴ്ചയ്ക്ക് മുമ്പ് എല്ലാ സാധനവും അവിടുന്ന് മാറ്റിയിട്ട് അവനെ അതിനകത്ത് കുടിയേറ്റണം എന്ന് പറഞ്ഞിട്ട് ആണ് നോട്ടീസ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ച എല്ലാ സാധനങ്ങളും ഓക്കെ സ്റ്റോക്ക് ക്ലിയറൻസിലിട്ട് കൊടുത്ത് തീർത്തിട്ട് കുറച്ച് സാധനം മാത്രം നമുക്ക് ഒരു അലമാരയിലോ എന്തെങ്കിലും അടുക്കി പറക്കി വെച്ച് വൃത്തിയായിട്ട് നമുക്ക് നീറ്റായിട്ട് പോകാമെന്ന് വിചാരിച്ച്. ഇങ്ങനെ അലിമ്പുത്തരം കാണിച്ചാൽ അവൻ എന്നെ അടിച്ചിറക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അപ്പോൾ അതുകൊണ്ടിട്ടാണ് നമ്മൾ ഈ സാധനങ്ങളെല്ലാം ഇങ്ങനെ സ്റ്റോക്ക് ക്ലിയറൻസ് കൊടുക്കുന്നത്. മാത്രമല്ല പിന്നെ വേറെ 1-2 കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഞാൻ ഇനി വരുന്ന വീഡിയോയിലൊക്കെ വിശദമായിട്ട് പറയാം. കാരണം കൺഫേം ആവാത്ത കുറേ കാര്യങ്ങളും അതിൻ്റെ ഇടയിൽ ഉണ്ട്. അപ്പോൾ ഇന്നത്തെ ഓഫർ പ്രൈസിൽ കൊടുക്കുന്ന എന്തൊക്കെ സാധനങ്ങളാണെന്ന് നമുക്ക് കാണാം. ഓരോന്നായിട്ട് ഞാൻ കാണിക്കാം. ഓരോ ദിവസം ഓരോ വീഡിയോ ആയിട്ടോ 2-3 വീഡിയോ ആയിട്ടൊക്കെ ഇട്ട് കാണിക്കാം. അപ്പോൾ എനിക്കും അത്യാവശ്യമുണ്ട് മാറ്റാനായിട്ട്. നിങ്ങൾക്ക് സാധനം മാറ്റി വെച്ചേക്കുന്നവർക്കും അത്യാവശ്യം കാണും എന്തൊക്കെയാണ് എന്ന് അറിഞ്ഞിട്ട് വാങ്ങിയിട്ട് അയക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇനിയിപ്പോൾ ഓണമൊക്കെ വരാൻ പോവുകയാണ്. അപ്പോൾ നമുക്കിതൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ട് പുതിയ കുറേ ഐറ്റംസൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണെന്ന് ഇന്നത്തെ ഓഫർ എന്താണെന്ന് കാണാം. അപ്പോൾ നമ്മൾ ഈ കാണുന്ന ബീഡ്സൊക്കെയാണ് ഇന്ന് നമ്മൾ ഓഫർ പ്രൈസിൽ കിറ്റ് പോലെ ആക്കി കൊടുക്കുന്നത്. അപ്പോൾ ഇത് 5mm 6mm ബീഡ്സാണ്. അപ്പോൾ ഇത് നമ്മൾ കൊടുക്കുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് മാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു 11 കളർ എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട 10 കളർ എടുത്തിട്ട് ആ 10 കളറിൽ നിന്നും 2 ലെയർ വെച്ചിട്ടാണ് നമ്മൾ ഈ കിറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 10 കളറിൽ നിന്നും 2 ലെയർ വെച്ചിട്ട്. അപ്പോൾ നമുക്ക് മാല ഉണ്ടാക്കാനാണെങ്കിൽ 2 ലെയർ, ഒരു 2 മാലയൊക്കെ ഉണ്ടാക്കാൻ പറ്റും. ആമിയുടെ അളവിനാണെങ്കിൽ 2 ലെയറിൽ ഞാൻ 2 മാലയാണ് ഉണ്ടാക്കുന്നത്. അതായത് ഒരുപാട് ഇറക്കം, അത്യാവശ്യം സാധാരണ ഒരു മാല ഉണ്ടാക്കുന്ന പോലെയാണ് ഉണ്ടാക്കുന്നത്. പിന്നെ വലിയ കുട്ടികളൊക്കെ ആകുമ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നു ഒരു 1.5 ലെയറൊക്കെ വേണ്ടി വരുമായിരിക്കും ഒരു മാല ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ഇതൊക്കെ വലിയ സൈസാണ് കേട്ടോ. ഇതെല്ലാം വലിയ സൈസാണ്. ഈ കാണുന്നതൊക്കെ വലിയ സൈസാണ്. നമ്മൾ 100 രൂപയ്ക്ക് കൊടുത്തുകൊണ്ടിരുന്ന ലെയറാണിത്. ലെയറല്ല, നമ്മളൊരു കെട്ട് 100 രൂപയ്ക്ക് കൊടുത്തുകൊണ്ടിരുന്നില്ലേ, അതാണ് ഈ കാണുന്ന ബീഡ്സ്. അപ്പോൾ ഇത് നമ്മൾ കൊടുക്കുന്നത് ഈ 10 കളറിൽ നിന്നും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട 10 കളറ് 2 ലെയർ വെച്ചിട്ടും. അത് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്തതായിട്ട് ടിയാര ചെയ്യുന്ന ബീഡ്സ് ഉണ്ട്, അതുകൂടെ കാണിച്ചു തരാം. ഇതെല്ലാം നമ്മൾ മാല ചെയ്യുന്നതിനുള്ള ബീഡ്സ് കേട്ടോ. മാല ചെയ്യുന്നതിനുള്ള ബീഡ്സാണ് ഈ കാണുന്നത്. ഇത് 2 ലെയർ വെച്ചിട്ടും. അടുത്തത് നമ്മൾ ടിയാര ചെയ്യാനുള്ള ബീഡ്സാണ് നിങ്ങൾ ഈ കാണുന്നത്. ഗോൾഡിൻ്റെ കോപ്പർ ഷെയ്ഡ് ഉള്ളതാണ് ഇത്. അപ്പോൾ ഇത് കൊടുക്കുന്നത് ഇതിൻ്റെ 2 ലെയർ വെച്ചിട്ട്
5 കളറാണ്. 5 കളറിൽ നിന്നും 2 ലെയർ വെച്ചിട്ടാണ് കേട്ടോ. 5 കളറിൽ നിന്നും 2 ലെയർ വെച്ചിട്ടാണ് ഇത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് കൊടുക്കുന്നത് ഇത് ടിയാര, അതുപോലെ തന്നെ നിങ്ങൾക്ക് മാല ഉണ്ടാക്കണമെങ്കിൽ മാലയോ നെക്ലസോ ബോയോ ഒക്കെ ഉണ്ടാക്കാം. അപ്പോൾ മെയിനായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് ഇത് വെച്ചിട്ട് ടിയാരയോ അല്ലെങ്കിൽ ടിയാര ബോയോ ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് സൂപ്പറായിട്ടിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ചെറിയ ബീഡ്സ്. അപ്പോൾ ചെറിയ ബീഡ്സ് 5 കളറാണ്. 5 കളറിൽ നിന്നും 2 ലെയർ വെച്ചിട്ടാണ്. 5 കളറിൽ നിന്നും 2 ലെയർ വെച്ചിട്ട്. പിന്നെ ഈ റൈസ് ബീഡാണിത്. റൈസ് ബീഡ് കൊടുക്കുന്നത് നമ്മൾ റൈസ് ബീഡ് ഇതാ ഈ കാണുന്നതാണ്. ഇത് ക്രീം കളറാണ്. ഇത് കൊടുക്കുന്നത് ഇതിൻ്റെ 4 ലെയറാണ്. പിന്നെ കൊടുക്കുന്നത് ഇതാ ഈ ഡ്രോപ്പ് ബീഡ്സ് ആണ്. അതായത് മഴത്തുള്ളി പോലുള്ള എൻഡ് ബീഡ്സ് അല്ല, നമ്മൾ എൻഡ് ബീഡ്സ് ആയിട്ട് ഉപയോഗിക്കുന്ന സെയിം ബീഡ്സ് തന്നെയാണിത്. ഇതിൻ്റെ ഓരോ കളറിൽ നിന്നും ഓരോ ലെയറാണ് കേട്ടോ. ഓരോ കളറിൽ നിന്നും ഓരോ ലെയറാണ്. അതും നമുക്ക് ടിയാര ഉണ്ടാക്കാനോ എൻഡ് ബീഡ്സ് ആയിട്ടോ നെക്ലസ് ഉണ്ടാക്കാനോ ഒക്കെ എടുക്കാൻ പറ്റും. അപ്പോൾ അതിൻ്റെ 4 കളറിൽ നിന്നും ഓരോ ലെയർ വെച്ചിട്ടാണ്. അപ്പോൾ പിന്നെ റൈസ് ബീഡ് 4 ലെയർ. പിന്നെ ഈ ടിയാര ബീഡ് എത്രയാണെന്ന് ചോദിച്ചാൽ 5 കളറിൽ നിന്നും ഈ 2 ലെയർ, മറ്റേത് 10 കളറിൽ നിന്നും ഈ 2 ലെയർ. അത് 11 കളറുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതൊക്കെ കളറാണെന്ന് നിങ്ങൾക്ക് സെലക്ട് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അതുപോലെ തന്നെ മേളിൽ കാണുന്ന ബീഡ്സും 5 കളർ ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് സെലക്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പം നമ്മളിതെല്ലാം ഓഫറിൽ കൊടുക്കുകയാണ്. കാരണം ഇതൊക്കെ നല്ല വെയിറ്റുള്ള സാധനമാണ് കേട്ടോ. കുറേ ദിവസമായിട്ട് ഇതിങ്ങനെ കവറിൽ വെച്ചിട്ട് ഓരോരുത്തർ ചോദിക്കുമ്പോഴത്തേക്ക് ഞാൻ തന്നെ ഇതിങ്ങനെ വലിച്ചതിൻ്റെ ഇടയിൽ നിന്നൊക്കെ എടുത്തിട്ട് ഇത് കുരുങ്ങിപ്പോകുമ്പോൾ പിന്നെ കുരു കഴിക്കാനായിട്ട് വലിയ മെനക്കേടാണ്. അപ്പം നമ്മളിനി ഇതൊക്കെ ഇങ്ങനെ തൂക്കി ഇടാൻ പറ്റുന്ന ആ ഒരു രീതിയിലൊക്കെ ചെയ്യണം എന്ന് വിചാരിച്ചിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഈ കാണുന്ന ഇത്രയും കളറാണുള്ളത്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഇനി ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനം ഉണ്ടല്ലോ, ടിയാര ചെയ്യാൻ വേണ്ടിയിട്ട് 3 mm-ൻ്റെയോ 4 mm-ൻ്റെയോ ഒരു ഗിയർ വെയർ ഉണ്ടാവും. ഒന്നുകിൽ 3 mm അല്ലെങ്കിൽ 4 mm 5 mm നിങ്ങൾക്ക് ഏതാണോ ആവശ്യം ആ ഗിയർ വെയർ ഒരെണ്ണം ഉണ്ടാവും. പിന്നെ ഇതാ ഇതിൻ്റെ ഒരു ത്രെഡ് ഉണ്ടാവും. ഇത് മാല കോർക്കാൻ ആവശ്യമായ ത്രെഡ്. പിന്നെ ഇതാ 20 ഈ തിരുക്കുണ്ടാവും. ഈ തിരുക്ക് എന്താണെന്ന് വെച്ചാൽ 20 എണ്ണം ഉണ്ടാവും. നിങ്ങൾക്ക് 20 മാല ഉണ്ടാക്കണമെങ്കിൽ 20 മാല ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ടുള്ള തിരുക്കുണ്ടാവും. പിന്നെ ഈ ലോക്കറ്റ് നിങ്ങൾക്ക് വേണം, കിറ്റിലില്ല ഈ ലോക്കറ്റ് നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ, മാലയിലിടാൻ വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് അല്ലാതെ എക്സ്ട്രാ വാങ്ങാൻ പറ്റും കേട്ടോ. എക്സ്ട്രാ വാങ്ങാൻ പറ്റും. അപ്പോൾ അതിന് ഈ ലോക്കറ്റിന് ഒരെണ്ണത്തിന് പ്രൈസ് വരുന്നത് 10 രൂപയാണ്. അത് ഈ കിറ്റിലില്ല, വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സ്ട്രാ വാങ്ങാനായിട്ട് പറ്റും. അപ്പോൾ ഞാൻ ഈ ലോക്കറ്റ് വെച്ചിട്ടൊരു മാല ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ തിരുക്ക് വന്നിട്ട് 20 എണ്ണം ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് ഗിയർ വെയർ 3 4 5 ഏതെങ്കിലും ഒരെണ്ണം. പിന്നെ ഒരു ത്രെഡ് ഉണ്ടാവും. ഒരു ത്രെഡ് ഉണ്ടെങ്കിൽ സുഖമായിട്ട് നിങ്ങൾക്ക് ഒരുപാട് മാല ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇത്രയും സാധനങ്ങളെല്ലാം കൂടെ ചേർത്തിട്ടാണ് നമ്മളെ ഇന്നത്തെ കിറ്റ് ഒരുങ്ങിയിരിക്കുന്നത്. അപ്പോൾ ആദ്യം മെസ്സേജ് അയക്കുന്ന കുറച്ച് പേർക്ക് മാത്രമേ എല്ലാ കളറും കിട്ടണം എന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ മെസ്സേജ് അയയ്ക്കുക. പിന്നെ സാറ്റിൻ ബോ അതുപോലെ വൈറ്റ് ആദ്യമേ മെസ്സേജ് കുറച്ച് പേർക്ക് കൊടുത്തു. കുറേ പേര് പിന്നീടാണ് അതിൻ്റെ വീഡിയോസൊക്കെ കണ്ടു വന്നത്. അപ്പോഴത്തേക്ക് വൈറ്റ് കളർ ബോസ് എല്ലാം തീർന്നു പോയി. അപ്പോൾ അതുപോലെ വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ട, നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ വാട്സപ്പ് ചെയ്യുക. അപ്പോൾ ഇത് ഇത്രയാണ്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് ഞാൻ പറഞ്ഞിട്ടില്ലല്ലേ. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 350 രൂപയാണ്. എക്സ്ട്രാ ഷിപ്പിങ്ങും കാര്യങ്ങളും ഒന്നുമില്ല. അപ്പോൾ നിങ്ങളല്ലാതെ ഇതിന് എൻ്റെ കയ്യിൽ നിന്ന് ഓരോ ലെയറായിട്ട് നിങ്ങൾ കടയിൽ പോയി വാങ്ങിക്കുവാണെങ്കിൽ, എങ്ങനെ വാങ്ങിക്കുവാണെങ്കിലും ഒരു ലെയറിന് 15 വലുതിന് 15 ചെറുതിന് 10 ഒക്കെ ഉണ്ട് കേട്ടോ റേറ്റ്. അപ്പോൾ ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് ഒരു 20 മാലയാണ് ഉണ്ടാക്കുന്നതെങ്കിലും നിങ്ങൾക്ക് 20 മാല ഒരു 30 രൂപ ഇട്ട് വിറ്റിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് 600 രൂപ അതിൽ നിന്ന് ലാഭം കിട്ടും. പിന്നെ ടിയാര ഉണ്ടാക്കാൻ ഉള്ള സാധനങ്ങൾ വേറെ ഉണ്ട്. അപ്പം നിങ്ങൾക്ക് നിങ്ങളെ ഐഡിയ പോലെയൊക്കെ ചെയ്യാൻ പറ്റും. ഇപ്പം ഞാൻ ഒരു മാല ഉണ്ടാക്കി കാണിക്കാം. അതിനായിട്ട് ഞാൻ ഒരു ലെയർ പൊട്ടിച്ച് അതിലേക്ക് ഇട്ടിട്ട് ചെയ്ത് കാണിക്കുകയാണ് കേട്ടോ. അപ്പോൾ പലർക്കും സംശയം കാണും, ഒരു ലെയറിൽ മാല ചെയ്യാൻ പറ്റുമോ എന്നുള്ള സംശയം കാണും. അപ്പം ഞാൻ എൻ്റെ ആമിക്കുട്ടന് വേണ്ടിയിട്ടൊരു മാല ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ഒരു ലെയർ പൊട്ടിച്ചിട്ടിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. ഇത് 5 mm-ൻ്റെയോ 6 mm-ൻ്റെ ബീഡ്സാണ് കേട്ടോ. ഇപ്പോൾ ഇത് വെച്ചിട്ട് ഞാൻ ചെയ്ത് കാണിച്ചു തരാം. മാല ഉണ്ടാക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള സംശയം നമുക്കിപ്പോൾ അങ്ങ് തീർക്കാം. അപ്പോൾ വേറെ എന്തോ പറയാമെന്ന്, എൻ്റെ സ്റ്റാൻഡ് കംപ്ലൈൻ്റ് ആണ് കേട്ടോ. ഈ ഫോൺ വയ്ക്കുന്ന സ്റ്റാൻഡ് കംപ്ലൈൻ്റ് ആയതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. സാധനം അത് ഉപയോഗിക്കാതെയൊക്കെ എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇട്ടിരുന്ന് അതിൻ്റെ ഒരു ഈ കാല് വയ്ക്കുന്ന ഒരു സാധനം ഉണ്ടല്ലോ, അത് ആ ബ്ലാക്ക് സാധനം ഒടിഞ്ഞു പോയി. അപ്പോൾ അത് കാരണം അതങ്ങനെ പിടിച്ചിരുത്താൻ പാടാണ്. അപ്പോൾ അത് കാരണം അതിൻ്റെ തിരിക്കിട്ടതൊന്നും വീഡിയോയിൽ കിട്ടിയിട്ടില്ല കേട്ടോ.
അപ്പോൾ തിരിക്കിട്ട് അതിനുശേഷം ഞാൻ നൂലിൽ പശ തേച്ചിട്ടാണ് ഇതിനകത്തേക്ക് കയറ്റുന്നത് കേട്ടോ. ആദ്യമേ ഞാൻ മന്ദോച്ചിത്തരം കാണിച്ച് പശ കയറ്റാതെ ശ്രമിച്ച് എൻ്റെ കുറേ സമയം വഴിപ്പോയി. മുത്ത് അതിനകത്തേക്ക് കയറത്തില്ല, മുത്ത് 4 ഭാഗത്തേക്ക് അങ്ങ് പോവും. അപ്പോൾ ഞാൻ പശ കയറ്റിയിട്ടാണ് തിരിക്കിട്ടിട്ട് മാല ചെയ്യുന്നത്. മാല ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം എന്നൊരു ഇത് വെച്ചിട്ടാണ് മാല ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കൊക്കെ മാല ചെയ്യാനൊക്കെ എല്ലാവർക്കും അറിയായിരിക്കും. അതിന് പ്രത്യേകിച്ച് നമുക്കൊരു ട്യൂട്ടോറിയലിൻ്റെ ആവശ്യമൊന്നും ഇല്ലയെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഞാൻ പെട്ടെന്ന് ചെയ്ത് കാണിക്കാം. അപ്പോൾ ഞാൻ എൻ്റെ ആമിപ്പൊന്നൻ്റെ കഴുത്തിൻ്റെ അളവിനാണ് മാല ചെയ്യുന്നത് കേട്ടോ. ഞാൻ ചെയ്യുന്നതെല്ലാം അവളെ കഴുത്തിൻ്റെ അളവിന് തന്നെയാണ് ചെയ്യുന്നത്. ഞാൻ സെയിൽ ചെയ്യാൻ വേണ്ടി ചെയ്ത് വെക്കുന്നതും അവളെ കഴുത്തിൻ്റെ അളവിന് തന്നെയാണ് ചെയ്യുന്നത് കേട്ടോ. സംഭവം ഞാൻ എത്ര മാല ചെയ്ത് ഒളിച്ചു വെച്ചാലും അവൾ അത് അപ്പോഴേ അടിച്ചു മാറ്റിയിട്ടുണ്ട് പോകും കേട്ടോ. ഇന്നലെ ഒരു മാല ഞാൻ ചെയ്തത് ഞാൻ ഒളിച്ചു വെച്ചതാണ്. അപ്പം കഴുത്തിൽ കിടന്ന മാല ഊരി കളഞ്ഞിട്ട് ആ മാല എടുത്തിട്ടുകൊണ്ടാണ് ഇന്ന് പോയേക്കുന്നത്. അപ്പോൾ അതൊക്കെയാണ് അവളെ സ്വഭാവങ്ങൾ. അപ്പം ഞാൻ മാല ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ മാല ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഈ മാല നിങ്ങൾക്കൊരു 30 രൂപ 40 രൂപയ്ക്കൊക്കെ വിൽക്കാൻ പറ്റും. ഞാൻ 30 രൂപയ്ക്കാണ് ഇത് സെയിൽ ചെയ്യുന്നത്. അപ്പോൾ ലോക്കറ്റൊക്കെ ഇട്ടതുകൊണ്ട് നിങ്ങൾക്കൊരു 40 രൂപയ്ക്ക് വിൽക്കാൻ പറ്റും. കാരണം ലോക്കറ്റിൻ്റെ തന്നെ പൈസ നോക്കുമ്പോഴത്തേക്ക് ഒരു 10 രൂപയോളം ആവുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കൊരു 40 രൂപയ്ക്കൊക്കെ സെയിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് മാല. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഈ കിറ്റ് വേണം എന്നുള്ളവർ വാട്സപ്പ് ചെയ്യുക. ഡെലിവറി ചാർജ് എക്സ്ട്രാ ഇല്ലാതെയാണ് 350 രൂപ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.